അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാൽമുട്ടായിയുടെ റെസിപ്പിയാണ്. പാൽക്കോവ എന്നൊക്കെ പറയും. ഇത് നമ്മൾ പാലോ പാൽപ്പൊടിയോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിന് പകരം വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പകുതി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾ പകുതിയായിട്ട് കുറയ്ക്കുക. കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അളവ് അത് ഡബിൾ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഈ മൈദയുടെ പച്ചമണം മാറുന്ന വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടായിട്ടാവും, പിന്നെ മൈദ വെന്ത് വരുന്നതിനനുസരിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം മൈദ ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ട്. തീയിൽ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ക്യാരമലായി പോകും, മെൽറ്റായി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാര ഉണ്ട്. പൊടിച്ച പഞ്ചസാര 1.5 കപ്പാണ് കേട്ടോ. 1 കപ്പ് എടുത്തിട്ട് പൊടിച്ചാൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പഞ്ചസാര ഏലക്ക എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രം നെയ്യോ ഓയിലോ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഏത് മോൾഡിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ മുകൾ ഭാഗം മാത്രം ഒന്ന് ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിഭാഗം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നല്ല അമർത്തിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നെയ്യൊന്നും തേച്ചിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതൊരു തണുപ്പിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം നമ്മളിതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് മതി. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മളിത് മുറിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ പൊടിയും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് സ്ക്വയർ പീസസ് ആക്കി ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കുറച്ച് ബാർ പോലെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ പിസ്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസുകളാക്കിയിട്ട് നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ജാറിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നെടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു 1-2 പീസൊക്കെ കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മടുപ്പ് വരും കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ഓരോ പീസൊക്കെ കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചിലവായി പോവും. ഇപ്പോൾ ഈ പാൽമുട്ടായി കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അളവുകൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മിഠായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂടോടുകൂടി തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.